जगद्रक्षमूलं निरस्तार्थशूलं भजेऽहं भजेऽहं समस्तामरेशं विवेकाभकेशम्. അദ്ദേഹം കാൻകോ ഡയറക്ടറാണ്. നീർച്ചാൽ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. 55 രൂപക്കാണ് ഒരു ലിറ്റർ പാൽ. അപ്പോൾ ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്ന ലാഭം, കർഷകരെ ചൂഷണം ചെയ്ത് സൊസൈറ്റി ഉണ്ടാക്കുന്ന ലാഭം എത്രമാത്രമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ വരുമ്പോൾ സാധാരണയായി ഒരു ഭാഗത്ത് തുരിശുണ്ടാകുമ്പോൾ കർഷകന് സൗജന്യമായി കെൽപ്പുള്ള സഹകരണ സ്ഥാപനങ്ങൾ നൽകുമ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഇല്ലാത്ത വലിയ വിലക്ക് ഇവിടെ മിൽമ പോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ കർഷകരെ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്കതിന് ഒരു ഉത്തരവും എന്റെ ചോദ്യത്തിനുണ്ടായത് അത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും അതിന് ഉത്തരവില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ കർഷകന് ലഭിക്കാൻ കഴിയാത്ത ഒരു പക്ഷേ ഈ വിലയുടെ കാര്യം, അതിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 50 രൂപയാണ് വിലയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 5 മണിക്ക് എണീറ്റ് ചാണകവും മൂത്രവും വൃത്തിയാക്കി 2 കിലോമീറ്ററോളം നടന്ന് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ആ സ്ത്രീക്ക് കിട്ടുന്നത് കേവലം 400 രൂപയാണ് 10 ലിറ്റർ പാലിന്. അവിടെ പുറമെ അവർ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് എന്താണ് അതിന്റെ അടിസ്ഥാനമായ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, പാലിന്റെ വില കേരളത്തിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒരുപക്ഷെ വലിയ തോതിൽ പാൽ, അതായത് ഗുണമേന്മയില്ലാത്ത പാൽ ഇവിടത്തേക്ക് ഒഴുകും. അതുകൊണ്ടാണ് ഞാൻ ഒരു യോഗത്തിൽ മിൽമയുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇരിക്കുന്ന ഒരു യോഗത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും പാൽ ഒഴുകുന്നുണ്ടെങ്കിൽ ഒഴുകട്ടെ, അവിടെ ഒരുപക്ഷെ പാലിന് ദൗർലഭ്യം വന്നാൽ അവിടെയും താനെ വില കൂടിക്കൊള്ളും. അങ്ങനെ നമ്മൾക്ക് വേണമെങ്കിൽ അത് ഇവിടെ വില പിടിച്ചു നിർത്താൻ നമ്മൾക്ക് കഴിയും. അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ അതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നോക്കുകുത്തിയായി നിൽക്കാതെ അവിടെ നിന്ന് വരുന്ന പാൽ തടയാനുള്ള സാധിക്കില്ല. അങ്ങനെ 400 രൂപ കിട്ടുന്ന ആ പെണ്ണുങ്ങളുടെ പണിക്കൂലി യഥാർത്ഥത്തിൽ നമ്മൾ കണക്കൂട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ മിൽമ എന്നുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനവും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ കർഷകരെ, ക്ഷീര കർഷകരെ ഒരുപക്ഷെ പരിപോഷിപ്പിക്കുന്നതിന് പകരം അവരെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് യഥാർത്ഥ ചൂഷണമാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് കാൻകോയെയും ഇതിനെയും താരതമ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, കർഷകന് ഏറ്റവും അത്യന്താപേക്ഷിതമായ തുരിശ് ചുണ്ണാമ്പ് വരെ സൗജന്യമായിട്ടാണ് കാൻകോ നൽകുന്നത്. മറിച്ച് അവിടെ മിൽമ അടക്കം മാർക്കറ്റിൽ ഇല്ലാത്ത വിലക്കാണ് കാലിത്തീറ്റ അവർ സപ്ലൈ ചെയ്യുന്നത്. കർഷകരെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യുകയാണ്. നമുക്കത് പറയാതിരിക്കാൻ നിർവാഹത്തിൽ കാരണം വേറൊന്നുമല്ല, സാധാരണക്കാരായ വ്യക്തികളാണ് 50 സെന്റും 1 ഏക്കറയുമുള്ള ക്ഷീര കർഷകരാണ് ഇന്ന് പാല് മിൽമയിലേക്ക് കൊടുക്കുന്നത്. ഈ പാല് കൊടുക്കുമ്പോൾ 5 മണിക്ക് എണീറ്റ് ചാണകവും മൂത്രവും വൃത്തിയാക്കി 2 കിലോമീറ്ററോളം നടന്ന് അവിടെ പാൽ കൊണ്ടു കൊടുത്താൽ ഈ ക്ഷീര കർഷകന് കിട്ടുന്നത് 10 ലിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ 40 രൂപയാണ്. ഈ 40 രൂപക്ക് വേണ്ടി ഇത്രയും അധ്വാനിച്ചിട്ട് പോലും ഇവിടെ കർഷകന് ഒരു ചില്ലിക്കാശ് പോലും കിട്ടുന്നില്ല. അത് 40 രൂപയും 10 ലിറ്ററിന്റെ 400 രൂപയും നഷ്ടമാണ്. കാരണം അവിടുത്തെ ആ കർഷകൻ രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഈ കർഷകന്റെ ഭാര്യക്ക് ഒരു തൊഴിലിനും പോകാൻ കഴിയില്ല. കൈയാളുന്ന ഫാക്ടറിയാണ് MRF.
ഈ MRFന്റെ ഓഹരി മൂലധനം, ഓഹരി ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 3000 രൂപയോളം വരും അതിൻ്റെ ഒരു ഷെയർ വാല്യൂ. അപ്പോൾ ആ രീതിയിൽ ഉണ്ടായിട്ട് പോലും റബ്ബറിന്റെ വില പടിപടിയായി താഴത്തോട്ട് വരുമ്പോൾ നമ്മൾക്ക് ടയറിനൊക്കെ 2 ടയർ ലോറിയുടെ വാങ്ങണമെങ്കിൽ ഇന്ന് 40,000 രൂപ കൊടുക്കണം. ഇത് തന്നെയായിരുന്നു 10 കൊല്ലം മുമ്പത്തെ അവസ്ഥ. റബ്ബറിന്റെ വില കേവലം 100 രൂപ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ റബ്ബറിന്റെ വില ഇന്ന് പടിപടിയായി ഉയർന്നുകൊണ്ട് 240 വരെ എത്തി. അത് എത്തുമ്പോൾ അതിന് ഒരുപക്ഷെ എനിക്ക് ഇന്ന് ക്യാൻകോയുടെ ഒരുപക്ഷെ ഭരണസാന്നിധ്യം വഹിക്കുന്ന വൈസ് പ്രസിഡന്റ് ഒക്കെ ഇവിടെയുണ്ട്. എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി എന്നുള്ള നമ്മളുടെ പ്രധാനമന്ത്രി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് സഹകരണ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തണം എന്ന് പറഞ്ഞ്, സഹാർ ഭാരതിയെ അഭിവൃദ്ധിപ്പെടുത്തണം എന്ന് പറഞ്ഞ് അതിന് മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സഹകരണ മേഖലയുടെ കയ്യൊപ്പില്ലാത്ത ഒരു മേഖലയും ഈ കൊച്ചു കേരളത്തിൽ ഇന്നില്ല. അത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ ഒരുപക്ഷെ ഈ 70% വരുന്ന ഇന്ത്യയിലെ കർഷകർ ഇന്ത്യയിലെ നട്ടെല്ലാണ് എന്നുണ്ടെങ്കിൽ ആ നട്ടെല്ലിനെ ഒരുപക്ഷെ നിവർന്നു നിൽക്കാൻ ഒരുപക്ഷെ അനുവദിക്കാത്ത ഒരു സഹകരണ പ്രസ്ഥാനവും യഥാർത്ഥത്തിൽ ഈ വികസിത ഭാരതത്തിൽ ഒരു തരത്തിലുള്ള ത്യാഗവും ഒരു തരത്തിലുള്ള പ്രയോജനവും ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ കർഷക ബില്ല് വികസിത ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അത് അവസാന ഘട്ടത്തിൽ പിൻവലിക്കേണ്ടി വന്നു. അത് പിൻവലിക്കാൻ കാരണം അത് നമ്മൾ പറഞ്ഞ ഒരു അടിമത്ത രൂപത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാർ പോകുന്നത്. രാഷ്ട്രീയമല്ല. കാരണം കഴിഞ്ഞ ഒരു 2-3 മാസം മുന്നേ നമ്മൾ ഈ കണ്ണൂരിലുള്ള പെട്രോൾ ഓഫീസിന്റെ അടുത്ത് വെച്ച് ഒരു ജാഥ നയിക്കുക. ആ ജാഥ നയിക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രമുഖ സർക്കാർ ബാങ്കിന്റെ പ്രസിഡന്റ് ജാഥക്ക് വന്നിട്ടുണ്ട്. വികസിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും അതിന്റെ ഒരു മനസ്സുകൊണ്ട് തയ്യാറെടുക്കണമെന്ന് മാത്രം ഈ വിഷയത്തിൽ ഹിന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ಸಹಕಾರ ಕ್ಷೇತ್ರಕ್ಕೆ ಕೇರಳದಲ್ಲಿ ಭವಿಷ್ಯ ಉಂಟೋ ಇಲ್ಲದೆ ನನಗೆ ಅನ್ಬೋದು. ನಾನು ಸುಮಾರು 50 ವರ್ಷದಿಂದ ಸಹಕಾರ ಕ್ಷೇತ್ರದಲ್ಲಿ ದುಡಿಯೋ. ಹೀಗೆ ಹೋದ್ರೆ ಹೇಗೆ? ಇದು ಒಂದು ಪಾರ್ಟಿ, ಒಂದು ಅಮಿತವಾದಂತಹ ರಾಜಕೀಯ ಅಂತ ಹೇಳ್ತದೆ. ಸಹಕಾರ ಕ್ಷೇತ್ರದಲ್ಲಿ ಒಂದು ಪಾರ್ಟಿಗೆ ಮಾತ್ರ ಸ್ಪೇಸ್ ಉಂಟಾ? ನಮ್ಮ ನಮ್ಯಾಜಿ ಹೇಳಿದ್ರು ಸಹಕಾರ ಕ್ಷೇತ್ರಕ್ಕೆ ಇದನ್ನು ನಾವು ಬದಲಿಸಬೇಕು. ಇದೆಲ್ಲ ಬದಲಿಸುವ ಮಾರ್ಗ ಯಾವುದು? ನಮಗೆ ಹೋದರೆ ರಿಜಿಸ್ಟ್ರೇಷನ್ ಕೊಡುದಿಲ್ಲ. ನಮಗೆ ಹೋದರೆ ಇವತ್ತು ಕಲೆಕ್ಷನ್ ಬೇಕಾದ್ರೆ ನಮ್ಮ ಸಹಕಾರ ಸಂಸ್ಥೆಗಳು ಬೇಕು. ನಮಗೆ ಹೋದರೆ ಎಲ್ಲಿಯೂ ಮೆಂಬರ್ಶಿಪ್ ಕೊಡುದಿಲ್ಲ. ಹೇಗೆ ನಮ್ಮ ಸಹಕಾರ ಕ್ಷೇತ್ರದಲ್ಲಿ ಬರೆಯ ಒಂದು ರಾಜಕೀಯ ಇದ್ದರೆ ಮಾತ್ರ ನಮಗೆ ಸಹಕಾರ ಕ್ಷೇತ್ರ ಬೆಳೆದು ಬಂದಿದ್ದು. ಅದು ನಾವು ಚಿಂತಿಸಬೇಕಾದ ಕಾಲ ಬಂದಿದೆ. ಅದಕ್ಕೆ ಬೇಕಾದ ನಾವೆಲ್ಲರೂ ಶಕ್ತಿಯುತವಾದಂತಹ ಇದಕ್ಕೆ ಪ್ರತಿಷೇಧವಾಗಿ ನಾವು ಮುಂದೆ ಹೋಗಲೇ ಖಂಡಿತ ಬೇಕಾಗ್ತದೆ. ಅದೆಲ್ಲ ಇವತ್ತು ನಾವು ಸಹಕಾರ ಕ್ಷೇತ್ರ ಇರುವಂತಹ ನೌಕರಿಗೆ ಬೇಕಾದಂತಹ ತಿಂಗಳಗಟ್ಟಲೆ ತರಬೇತಿ ಇದೆ. GDC, JDC, HDC ಇದೆ. ನಮ್ಮ ಸಹಕಾರಿಗಳಿಗೆ ಏನಿದೆ ಅವ್ರಿಗೆ ಏನು ಗೊತ್ತಾಗ್ತದೆ? ಕೆಲವರಿಗೆ ಗೊತ್ತಿಲ್ಲ. ಇವು ಹೇಳಿದ ಉದ್ಘಾಟಕರು ಬಹಳವಾಗಿ ಸಹಕಾರದ ಬಗ್ಗೆ ಹೇಳಿದ್ರು. ಕೆಲವರು ಇಲ್ಲ ಅಂತ ಹೇಳಿ ಹೊಸದಲ್ಲಿ ಬರುವಂತವರಿಗೆ ಬೇಕಾದಂತಹ ಟ್ರೈನಿಂಗ್ ತರಬೇತಿ ಇದರ ಮುಖಾಂತರ ಸಿಗಬೇಕಾಗುತ್ತೆ. ನಾನು ಅದೆಡೆ ಒಂದು ಹೇಳಿಬಿಡ್ತೇನೆ. ಈ ಶುಭ ಸಂಧ್ಯೆಯಲ್ಲಿ ನಾವಿಲ್ಲಿ 71ನೇ ಅಖಿಲ ಭಾರತ ಸಹಕಾರಿ ವಾರಾಚರಣೆಯ ಅಂಗವಾಗಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸೇರಿದ್ದೇವೆ. ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವಂತಹ ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟಕರಾದಂತಹ ಅಡ್ವೊಕೇಟ್ KK ನಾರಾಯಣ ಅವರೇ, ಇವತ್ತಿನ ಪ್ರಧಾನ ವಿಷಯ ಮಂಡನೆ ಮಾಡಿದಂತಹ ಶ್ರೀಯುತ ಅಶೋಕನ್ ಅವರೇ ಹಾಗೂ ಸಹಕಾರ ಭಾರತೀಯ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಕರುಣಾಕರ ನಂಬ್ಯಾರ್ ಅವರೇ, ಈ ಶುಭ ಸಂಧ್ಯೆಯಲ್ಲಿ ನಾವಿಲ್ಲಿ 71ನೇ ಅಖಿಲ ಭಾರತ ಸಹಕಾರಿ ವಾರಾಚರಣೆಯ ಅಂಗವಾಗಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸೇರಿದ್ದೇವೆ. ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿರುವಂತಹ ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟಕರಾದಂತಹ ಅಡ್ವೊಕೇಟ್ KK ನಾರಾಯಣ ಅವರೇ, ಇವತ್ತಿನ ಪ್ರಧಾನ ವಿಷಯ ಮಂಡನೆ ಮಾಡಿದಂತಹ ಶ್ರೀಯುತ ಅಶೋಕನ್ ಅವರೇ ಹಾಗೂ ಸಹಕಾರ ಭಾರತೀಯ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾಗಿರುವಂತಹ ಕರುಣಾಕರ ನಂಬ್ಯಾರ್ ಅವರೇ, ಕಾರುಣ್ಯ
നിന്ന് നീക്കിക്കൊടുക്കുന്നു. വീണ്ടും വീണ്ടും അത് കടത്തിലേക്ക് പതിക്കുന്നു. അത് രാഷ്ട്രീയക്കാർ വരുമ്പോൾ അവർ അതിനെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഉത്സവം അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷം ഇതൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ സഹകരണ സ്ഥാപനത്തിൽ പരസ്യത്തിനായി വരും. ഈ ആ രീതിയിൽ എടുക്കുക, അതിൽ നിന്ന് നീക്കിക്കൊടുക്കുന്നു. വീണ്ടും വീണ്ടും അത് കടത്തിലേക്ക് പതിക്കുന്നു. അത് രാഷ്ട്രീയക്കാർ വരുമ്പോൾ അവർ അതിനെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഉത്സവം അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷം ഇതൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ സഹകരണ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിനായി വരും. ഈ ആ രീതിയിൽ എടുക്കുക, അതിൽ നിന്ന് നീക്കിക്കൊടുക്കുന്നു. വീണ്ടും വീണ്ടും അത് കടത്തിലേക്ക് പോകുന്നു. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാഹ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂറുന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. City Gold, Gold and Diamonds, Kerala and Karnataka.